എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസംബർ 10. ഇന്ത്യൻ മാർക്കറ്റ് തുറക്കാൻ ഇനി അധികം സമയമില്ല. അപ്പോ അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? വാ, നമുക്ക് അടുത്ത കുറച്ചു മിനിറ്റിൽ അതൊന്ന് വേഗത്തിൽ ഓടിച്ചു നോക്കാം. അപ്പോ ഇന്നത്തെ കളി ആര് ജയിക്കും? ബുള്ളുകളാണോ ബേറുകളാണോ? അതായത് വാങ്ങിക്കൂട്ടുന്നവരോ അതോ വിറ്റൊഴിക്കാൻ നിൽക്കുന്നവരോ? ഈയൊരു ചോദ്യത്തിന്റെ ഉത്തരത്തിലായിരിക്കും ഇന്നത്തെ മാർക്കറ്റിന്റെ പോക്ക് മുഴുവൻ. നമ്മൾ എപ്പോഴും പറയുന്നതുപോലെ നമ്മുടെ മാർക്കറ്റ് ഒറ്റയ്ക്കല്ലല്ലോ നിൽക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളുടെ ഒരു മൂഡ് എന്താണോ അത് നമ്മളെയും ബാധിക്കും. അപ്പോ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് എന്തൊക്കെ സൂചനകളാണ് വരുന്നത്? നമുക്കൊന്ന് നോക്കാം. സത്യം പറഞ്ഞാല് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് അത്ര നല്ല വാർത്തയൊന്നുമല്ല വരുന്നത്. ഇന്നലെ രാത്രി US മാർക്കറ്റുകൾ നല്ല ഇടിവിലാണ് ക്ലോസ് ചെയ്തത്. പ്രത്യേകിച്ച് ടെക് സ്റ്റോക്കുകൾക്ക് വലിയ അടി കിട്ടി. കാരണം എപ്പോഴത്തെയും പോലെ പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള പേടി തന്നെ. ഇനി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് നോക്കിയാലോ, അവിടെ ഒരു കൺഫ്യൂഷനിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റിനും ഒരു കൺഫ്യൂഷനോടെയുള്ള തുടക്കമായിരിക്കും കിട്ടാൻ പോകുന്നത്. US മാർക്കറ്റിലെ ഇടിവിന്റെ ആഴം കണ്ടില്ലേ? പ്രധാനപ്പെട്ട എല്ലാ ഇൻഡെക്സുകളും ചുവപ്പിലാണ്. ഏറ്റവും കൂടുതൽ അടികിട്ടിയത് ടെക് കമ്പനികൾക്ക്. പേര് കേട്ട നാസ്ഡാക്കിനാണ്. ഏകദേശം 1.5% ഇടിഞ്ഞത്. സ്വാഭാവികമായും ഇത് നമ്മുടെ ഇൻഫോസിസ്, TCS പോലുള്ള IT കമ്പനികൾക്ക് ഒരു നെഗറ്റീവ് സിഗ്നലാണ്. ഈയൊരു അവസ്ഥയെപ്പറ്റി റോയിറ്റേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള പേടികൊണ്ട് ഇൻവെസ്റ്റേഴ്സ് എല്ലാം സേഫ് ആകാൻ നോക്കുകയാണ്. അവർ സ്റ്റോക്കുകളൊക്കെ വിറ്റ് സ്വർണം പോലെയുള്ള സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പണം മാറ്റുന്നു. ഈ ഒരു റിസ്ക് ഓഫ് മൂഡാണ് ഇപ്പോൾ ലോകം മുഴുവൻ. അപ്പോ ഈ ഗ്ലോബൽ സീനൊക്കെ നമ്മുടെ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും? അതിന്റെ ആദ്യത്തെ സൂചന വരുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നാണ്. അത് ഏകദേശം 45 പോയിന്റ് താഴെയാണ്. ഇതിന്റെ അർത്ഥമെന്താ? നമ്മുടെ മാർക്കറ്റ് ഇന്ന് തുടങ്ങുന്നത് തന്നെ ഒരു ഗ്യാപ്പ് ഡൗണോടെ. അതായത് ഇന്നലത്തെ ക്ലോസിംഗിനേക്കാൾ താഴ്ന്ന ഒരു ലെവലിലായിരിക്കാനാണ് എല്ലാ സാധ്യതയും. ശരി, ഗ്ലോബൽ മാർക്കറ്റുകൾ വീക്കാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ ഇവിടെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? നമുക്ക് നമ്മുടെ നാട്ടിലെ വാർത്തകളിലേക്കും പണം എങ്ങോട്ടാണ് ഒഴുകുന്നതെന്നും നോക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റില് ശരിക്കും ഒരു വടംവരി തന്നെയായിരുന്നു നടന്നത്. ഒരു സൈഡില് വിദേശ നിക്ഷേപകർ, അതായത് FIIകൾ ഏകദേശം 1200 കോടി രൂപയുടെ ഓഹരികൾ വിറ്റൊഴിച്ചു. പക്ഷെ മറുഭാഗത്ത് നമ്മുടെ സ്വന്തം ആൾക്കാർ DIIകൾ ഏകദേശം 950 കോടി രൂപയ്ക്ക് വാങ്ങി മാർക്കറ്റിനെ താങ്ങി നിർത്താൻ ഒരു ശ്രമം നടത്തി. അപ്പൊ ചോദ്യം ഇതാണ്: വിദേശികളുടെ ഈ വിൽപ്പന ഇന്നും തുടരുമോ? അതായിരിക്കും ഇന്നത്തെ ഏറ്റവും വലിയ ആശങ്ക. ഇന്ന് നമ്മൾ ഖാസായി ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നാളെ RBI മീറ്റിംഗിന് മിനിറ്റ്സ് വരും. പലിശ നിരക്കിനെപ്പറ്റി എന്തെങ്കിലും സൂചനയുണ്ടാകുമോ? 2, ക്രൂഡ് ഓയിലിന്റെ വില വീണ്ടും ചെറുതായി മുകളിലോട്ട് പോകുന്നുണ്ട്. അത് നമുക്ക് അത്ര നല്ലതല്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, സർക്കാർ ഇലക്ട്രോണിക്സ് കമ്പനികൾക്ക് വേണ്ടി ഒരു പുതിയ PLI സ്കീം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഇന്ന് ചിലപ്പോൾ നല്ല ചലനങ്ങൾ കണ്ടേക്കാം. ഓക്കെ, വാർത്തകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ചാർട്ടിലേക്ക് വരാം. ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ആ നമ്പറുകൾ, ആ വരകൾ ഏതൊക്കെയാണ്? നിഫ്റ്റിയുടെ ഇന്നത്തെ പ്രധാന ലെവലുകൾ എവിടെയാണെന്ന് നോക്കാം. ടെക്നിക്കൽ അനാലിസിസിൽ അത്ര പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഈ 2 കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോർ പോലെയാണ്. മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ എവിടെങ്കിലും ഒന്ന് തട്ടി നിൽക്കില്ലേ, ആ ഒരു ലെവലാണ് സപ്പോർട്ട്. റെസിസ്റ്റൻസ് നേരെ തിരിച്ചും ഒരു സീലിംഗ് പോലെ. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ തട്ടി തിരിച്ചു വരാൻ സാധ്യതയുള്ള ഒരു ലെവൽ. സിമ്പിളല്ലേ? അപ്പോ ഇന്നത്തെ ആ ഫ്ലോർ എവിടെയാണ്? നമ്മുടെ ബുള്ളുകൾക്ക്, അതായത് വാങ്ങുന്നവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു സേഫ് സോൺ. അത് 20,850 എന്ന ലെവലാണ്. മാർക്കറ്റ് താഴേക്ക് വന്നാൽ ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇനി ആ സീലിംഗ് എവിടെയാണെന്ന് നോക്കാം. അത് 21,000 എന്ന വലിയൊരു കടമ്പയാണ്. ഇതൊരു സൈക്കോളജിക്കൽ ലെവൽ കൂടിയാണല്ലേ? ആ 21,000 കടന്നാൽ പിന്നെ മാർക്കറ്റിനൊരു പുതിയ ഉഷാറ് വരും. അപ്പോ ഈ മതിൽക്കെട്ട് പൊളിക്കാൻ ബുള്ളുകൾക്ക് പറ്റുമെന്ന് നമുക്ക് നോക്കാം. അവ നമ്മൾ ഗ്ലോബൽ സൂചനകൾ കണ്ടു, നമ്മുടെ നാട്ടിലെ വാർത്തകൾ നോക്കി, ടെക്നിക്കൽ ലെവലുകളും പരിശോധിച്ചു. ഇതെല്ലാം കൂടി ചേർത്തുവെക്കുമ്പോൾ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും? ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇന്ന് ആക്ഷൻ ഉണ്ടാകാൻ സാധ്യത? നമുക്ക് നോക്കാം. എല്ലാം കൂടി നോക്കുമ്പോൾ ഇന്നൊരു വലിയ റാലിക്കോ അല്ലെങ്കിൽ വലിയൊരു വീഴ്ചയ്ക്കോ സാധ്യത കുറവാണ്. മാർക്കറ്റ് ഒരു ബോക്സിനുള്ളിൽ കളിക്കാനാണ് ചാൻസ്. അതായത് താഴെ 20,850, മുകളിൽ 21,000. ഈ ഒരു റേഞ്ചിനുള്ളിൽ ഒതുങ്ങാനാണ് സാധ്യത. അതുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി 3 സ്റ്റോക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഒന്ന്, ഇൻഫോസിസ്. നാസ്ഡാക്കിലെ ഇടിവ് കാരണം IT സ്റ്റോക്കുകളിൽ ഇന്ന് പ്രഷറുണ്ടാകാൻ സാധ്യതയുണ്ട്.
2 റിലയൻസ്. അവർക്കൊരു പുതിയ ഗ്രീൻ എനർജി പാർട്ട്ണർഷിപ്പിന്റെ പോസിറ്റീവ് വാർത്തയുണ്ട്, അത് ചിലപ്പോൾ സ്റ്റോക്കിനെ സഹായിച്ചേക്കാം. മൂന്നാമത്തേത് HDFC ബാങ്ക്. വിദേശികൾ ബാങ്കിംഗ് സ്റ്റോക്കുകൾ വിൽക്കുന്നത് തുടർന്നാൽ അത് HDFC ബാങ്കിനെയും ബാധിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടെ കാണുക. അപ്പോ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഗ്ലോബൽ മാർക്കറ്റിലെ ഈ മോശം അവസ്ഥ നമ്മുടെ മാർക്കറ്റിനെയും താഴേക്ക് വലിക്കുമോ, അതോ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഒരു രക്ഷാകവചം തീർത്ത് മാർക്കറ്റിനെ പിടിച്ചു നിർത്തുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്തായാലും അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കറിയാൻ പറ്റും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു.